ആ നാട്ടിൽ ഒരേ ഒരു ദൈവവും അതുപോലെ ഒരു സാത്താനുമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് കിം ജോങ് ഉൻ എന്ന് തന്നെയാണ്. ശബ്ദമുയർത്തുന്നവരെ ചിത്രവധം ചെയ്യുന്ന അധികാരത്തെ രാജവാഴ്ചയായി കണ്ട് സ്വേച്ഛാധിപത്യം ജീവിത രീതിയാക്കിയ ഉത്തര കൊറിയൻ ഭരണാധികാരിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഉത്തര കൊറിയക്കാർക്ക് കിമ്മിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു ദൈവമാണ്. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ജീവൻ നഷ്ടമാകുമെന്ന കാര്യം അവിടുത്തെ ജനതയ്ക്കറിയാം. സ്വന്തം ജീവനും പ്രിയപ്പെട്ടവരുടെ ജീവിതവും കാത്തു സൂക്ഷിക്കണമെങ്കിൽ രാജ്യത്തിൻ്റെ സ്ഥാപകനായ കിം ഇൽ സുങ്ങിനെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ കിം ജോങ് ഇല്ലിനെയും കിം ജോങ് ഉന്നിനെയും ദൈവത്തെ പോലെ ആരാധിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കിം കുടുംബത്തിലെ നേതാക്കളുടെ കൂറ്റൻ പ്രതിമകളും ചിത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയെ അപമാനിക്കുന്നതും ആദരിക്കാത്തതും കടുത്ത ശിക്ഷയ്ക്ക് കാരണമാകും. ഉത്തര കൊറിയൻ കലണ്ടർ ആരംഭിക്കുന്നത് പോലും കിം ഇൽ സുങ്ങിൻ്റെ ജനനം മുതലാണ്. രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത് പോലും. ലോകത്തിലെ ഏറ്റവും അടഞ്ഞ രാജ്യങ്ങളിലൊന്നായ ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് ഇന്ന് കിം ജോങ് ഉന്നാണ്. രാജ്യത്തിൻ്റെ സ്ഥാപകനായ കിം ഇൽ സുങ്ങിൻ്റെ പേരക്കുട്ടിയും മുൻ നേതാവ് കിം ജോങ് ഇല്ലിൻ്റെ മകനുമാണ് അദ്ദേഹം. രാജകീയമായ ഒരു പാരമ്പര്യത്തിലാണ് കിം വളർന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഉത്തര കൊറിയയിലെ സാധാരണക്കാർ കടുത്ത ദുരിതങ്ങളാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഉത്തര കൊറിയയിലെ ഭൂരിപക്ഷം ജനങ്ങളും കടുത്ത ദാരിദ്ര്യത്തിലും പോഷകാഹാരക്കുറവിലുമാണ് ജീവിക്കുന്നത് എന്ന കാര്യം ലോകത്തിനറിയാം. എന്നാൽ കിം ജോങ് ഉന്നിൻ്റെ ജീവിതം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണെങ്കിലും സ്വിറ്റ്സർലാൻഡിൽ ആഡംബരപൂർണമായ ജീവിതം നയിച്ചാണ് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയത് എന്നാണ് കരുതപ്പെടുന്നത്. സ്വിസ് ചോക്ലേറ്റുകളും ആഡംബര കാറുകളും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയായിട്ടാണ് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷവും ഈ ആഡംബര ജീവിതം തുടർന്നു പോന്നു. സ്വന്തമായി ആഡംബര വിനോദ ബോട്ടുകളും സ്വകാര്യ വിമാനങ്ങളും വലിയ കൊട്ടാരങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഈജിപ്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആഡംബര വാഹനങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ യാത്രകൾ. ആയിരക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന മദ്യം, സിഗരറ്റുകൾ, ആഹാര സാധനങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഭവങ്ങളാണ്. അതേസമയം രാജ്യത്തെ ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഉത്തര കൊറിയയിലെ നിത്യ സംഭവവുമാണ്. സ്വേച്ഛാധിപത്യ ഭരണത്തിനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പേരുകേട്ട രാജ്യവും ഭരണാധികാരിയുമാണ് ഉത്തര കൊറിയയും കിം ജോങ് ഉന്നും. കിം ജോങ് ഉന്നിൻ്റെ ഭരണം കടുത്ത ഏകാധിപത്യ സ്വഭാവമാണ് വെച്ച് പുലർത്തുന്നതും. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾക്ക് അവകാശമില്ല. ഇനി ആരെങ്കിലും ചോദ്യം ചെയ്താലോ കടുത്ത ശിക്ഷയാണ് ലഭിക്കുക. ഈ ഭരണം ജനങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ കഠിനമായ ശിക്ഷകൾക്ക് വിധേയരാക്കും. ചെറിയ കുറ്റങ്ങൾക്ക് പോലും വധശിക്ഷ നടപ്പിലാക്കുക എന്നതൊക്കെ കിമ്മിൻ്റെ ഭരണത്തിന് കീഴിൽ ഉത്തര കൊറിയയിൽ വളരെ സ്വാഭാവികമാണ്. ഏകാധിപത്യം ഒരു രാജ്യത്തെ എങ്ങനെയൊക്കെ മനുഷ്യത്വ വിരുദ്ധമാക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്ന് ഉത്തര കൊറിയ. രാജ്യത്തെ മാധ്യമങ്ങളുടെ സ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. വിദേശ മാധ്യമങ്ങൾ കാണുന്നതിനും അവരുമായി ബന്ധപ്പെടുന്നതിനും കടുത്ത വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് പൗരന്മാർക്ക് കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അനുമതിയില്ലാതെ രാജ്യം വിടാൻ ശ്രമിക്കുന്നവർക്ക് വധശിക്ഷ വരെ ലഭിക്കാം. അവർക്ക് മാത്രമല്ല, രക്ഷപ്പെടാൻ ശ്രമിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വധശിക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും തടങ്കൽ പാളയങ്ങളിലേക്കാണ് അയക്കുക. ഈ ക്യാമ്പുകളിൽ കഠിനാധ്വാനവും പീഡനങ്ങളും സാധാരണമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകാതെ കിം ജോങ് ഉൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭരണാധികാരിയാണ്. ഈ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. ആണവ പരീക്ഷണങ്ങൾ നടത്താൻ അദ്ദേഹം കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിക്കുമ്പോൾ ജനങ്ങൾ ദാരിദ്ര്യത്തിലും ദുരിതത്തിലുമാണ് കഴിയുന്നത്. ചുരുക്കത്തിൽ കിം ജോങ് ഉൻ എന്ന ഭരണാധികാരി ആഡംബര ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം ജനങ്ങളെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും അടിമത്തത്തിലേക്കുമാണ് തള്ളിവിടുന്നത്. കിം ജോങ് ഉന്നിൻ്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന കാര്യം ഞാൻ വ്യക്തമാക്കിയല്ലോ. അവരിൽ പലരും ഈ രാജ്യത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നവരാണ്. അതേസമയം എല്ലായിടത്തും കിമ്മിൻ്റെ ചിത്രങ്ങളും ആരാധനാലയങ്ങളും പണിത് രാജ്യത്തെ ജനതയുടെ മുകളിൽ അദ്ദേഹം തൻ്റെ ഏകാധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതൊക്കെ. ലോകത്തിലെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ രാജ്യങ്ങളിലൊന്ന് ഉത്തര കൊറിയയാക്കി മാറ്റുന്നതിലും കിമ്മിന് കൃത്യമായ പങ്കുണ്ട്. കിം ജോങ് ഉൻ എന്ന ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിൽ അവിടുത്തെ ജനങ്ങൾ കടുത്ത യാതനകളാണ് അനുഭവിക്കുന്നത്. പുറം ലോകത്തിന് അജ്ഞാതമായ ഒട്ടനവധി യാഥാർത്ഥ്യങ്ങൾ ആ രാജ്യത്തിന് പറയാനുണ്ട്. ഉത്തര കൊറിയയിൽ ജനങ്ങൾക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ ഒട്ടുമില്ല എന്ന് ഞാൻ വ്യക്തമാക്കിയല്ലോ. സർക്കാർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ അവർ നിർബന്ധിതരാണ്. സർക്കാരിനെ വിമർശിക്കുന്നതോ കിം കുടുംബത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതോ കടുത്ത ശിക്ഷയ്ക്ക് കാരണമാകും. ചെറിയ വിമർശനം പോലും വധശിക്ഷയ്ക്ക്
ശിക്ഷയ്ക്ക് അർഹമായ കുറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുമാണ്. അതുകൊണ്ട് തന്നെ വിദേശ വാർത്തകൾ കാണുന്നതും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതും കർശനമായി ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പുറം ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള അവകാശം പോലും ഇവിടുത്തെ ജനതയ്ക്കില്ല. രാജ്യത്തിനകത്തും പുറത്തേക്കും യാത്ര ചെയ്യുന്നതിൽ ജനങ്ങൾക്ക് കർശനമായ വിലക്കുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള സൗകര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ ശബ്ദിക്കുമെന്ന് കിമ്മിന് അറിയാം. സ്വന്തം ഇഷ്ടപ്രകാരം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറാൻ പോലും അനുവാദമില്ലാത്ത ജനതയാണ് ഉത്തര കൊറിയയുടേത്. രാജ്യം വിടാൻ ശ്രമിക്കുന്നവർക്ക് കിട്ടുന്നതാകട്ടെ വധശിക്ഷയും. ഉത്തര കൊറിയയിലെ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. രാജ്യത്തിന്റെ സാമ്പത്തിക വിഭവങ്ങളിൽ ഭൂരിഭാഗവും സൈനിക ആവശ്യങ്ങൾക്കും ആണവായുധ നിർമ്മാണത്തിനും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് പോലും. പതിറ്റാണ്ടുകളായി രാജ്യം കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്നുണ്ട്. കൃഷിക്ക് ആവശ്യമായ സൗകര്യങ്ങളും പരിമിതമാണ്. പോഷകാഹാര കുറവ് കാരണം കുട്ടികളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് മരണപ്പെടുന്നത്. അതേസമയം ജനങ്ങൾ ദുരിതത്തിലായിരിക്കുമ്പോഴും കിം ജോങ് ഉൻ ആഡംബര ജീവിതം നയിക്കുന്നു. വിദേശത്ത് നിന്ന് വിലയേറിയ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും കൂറ്റൻ കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും നിർമ്മിക്കുകയും ചെയ്യുന്നു. ഉത്തര കൊറിയയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് ഇതിനോടകം തന്നെ കാരണമായിട്ടുണ്ട്. ഭരണകൂടത്തെ അനുസരിക്കാത്തവരെ കഠിനമായ ശിക്ഷകൾക്ക് വിധേയരാക്കുന്ന കിമ്മിന്റെ ഭരണകൂടത്തിനെതിരെ നിരവധി മനുഷ്യാവകാശ സംഘടനകൾ ശബ്ദിച്ചിട്ടുണ്ട്. ഭരണകൂടത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി വെടിവെച്ച് കൊല്ലുന്നതാണ് അവിടുത്തെ രീതി. രാഷ്ട്രീയ കുറ്റവാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുക. മറ്റൊരാൾക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ട കാര്യങ്ങളാണ് കിം അവിടെ നടപ്പിലാക്കുന്നത്. ഇവിടെ അവർ കഠിനമായ ജോലികൾ ചെയ്യാനും പീഡനങ്ങൾ ഏറ്റുവാങ്ങാനും നിർബന്ധിതരാണ്. ഇങ്ങനെയുള്ള യാതനകൾ കാരണം ജീവൻ പണയം വെച്ചും പലരും രാജ്യം വിടാൻ ശ്രമിക്കുന്നുണ്ട്. ചൈന അതിർത്തിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് സൈന്യത്തിന്റെ വെടിവെപ്പും നേരിടേണ്ടി വരും. ഇത്രയും ഭീകരമായ സാഹചര്യങ്ങളാണ് ഉത്തര കൊറിയൻ ജനതയ്ക്ക് ദിവസവും നേരിടേണ്ടി വരുന്നത്. ലോകത്തിലെ ഏറ്റവും അടഞ്ഞ രാജ്യങ്ങളിലൊന്നായ ഉത്തര കൊറിയ ദാരിദ്ര്യത്തിലും ഭക്ഷ്യക്ഷാമത്തിലും വലയുമ്പോഴും സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ കോടിക്കണക്കിന് ഡോളറുകളാണ് ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. കിം ജോങ് ഉന്നിന്റെ ഭരണത്തിന് കീഴിൽ ആണവായുധങ്ങളുടെയും മിസൈലുകളുടെയും നിർമ്മാണവും പരീക്ഷണവും വർദ്ധിച്ചു വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിന് പിന്നിലെ കാരണങ്ങൾ പലതാണ്. ഒന്നാമത്തെ കാരണം ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കുക എന്നതാണ്. അതായത് ഉത്തര കൊറിയൻ ഭരണകൂടം തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഏറ്റവും വലിയ ഭീഷണിയായി കാണുന്നത് അമേരിക്കയെയും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയുമാണ്. അതിനാൽ ഒരു സൈനിക ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും ഭരണകൂടത്തെ സംരക്ഷിക്കാനുമുള്ള ഒരു മാർഗമായി കിം ആണവായുധങ്ങളെ നോക്കിക്കാണുന്നു. ആണവശക്തി ഉണ്ടെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ആക്രമിക്കാൻ മടിക്കുമെന്നും ഇത് ഭരണകൂടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. രണ്ടാമത്തത് ശക്തി പ്രകടനവും നയതന്ത്ര നീക്കങ്ങളുമാണ്. ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങൾ വെറും പ്രതിരോധത്തിനുള്ളതല്ല, മറിച്ച് തങ്ങളുടെ സൈനിക ശേഷി ലോകത്തിനെ അറിയിക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത്. ആണവ പരീക്ഷണങ്ങളിലൂടെയും മിസൈൽ വിക്ഷേപണങ്ങളിലൂടെയും കിം ജോങ് ഉൻ അമേരിക്കയുമായും മറ്റ് ശക്തികളുമായി വിലപേശാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയെടുത്തു. ഇതുവഴി അന്താരാഷ്ട്ര തലത്തിൽ ഉത്തര കൊറിയയ്ക്ക് കൂടുതൽ പരിഗണന ലഭിക്കാനും ഉപരോധങ്ങൾക്ക് ഇളവുകൾ നേടാനും സാധിക്കുമെന്ന് അവർ കണക്കാക്കുന്നു. മൂന്നാമത്തേത് ആഭ്യന്തരമായിട്ടുള്ള പിന്തുണ നേടുക എന്നതാണ്. ഉത്തര കൊറിയയിലെ ജനങ്ങൾക്ക് മുന്നിൽ കിം ജോങ് ഉന്നിന്റെ പ്രതിച്ഛായ ഒരു ശക്തനായ നേതാവിൻ്റെതാണ്. രാജ്യത്തിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം ഒരു രാജ്യരക്ഷകനായി സ്വയം അവതരിക്കുകയാണ്. ഇത് രാജ്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കൂടുതൽ പിന്തുണ നൽകാനും ജനങ്ങളുടെ ശ്രദ്ധ ദാരിദ്ര്യത്തിൽ നിന്നും വഴിതിരിച്ചു വിടാനും സഹായിക്കുന്നു. നാലാമത്തേത് ദക്ഷിണ കൊറിയയും ജപ്പാനെയും ഭീഷണിപ്പെടുത്തുക എന്ന നയമാണ്. ദക്ഷിണ കൊറിയയും ജപ്പാനും അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളാണ്. മാത്രവുമല്ല ഉത്തര കൊറിയയുടെ അയൽക്കാരുമാണ്. ഉത്തര കൊറിയയുടെ ആയുധ നിർമ്മാണ പരിപാടികൾ ഈ രാജ്യങ്ങളെ നിരന്തരമായ ഭീഷണിയിൽ ആഴ്ത്തുന്നുണ്ട്. ഇത് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഭീഷണിപ്പെടുത്തുന്നതിലൂടെ മേഖലയിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും കൂടുതൽ സൈനിക നീക്കങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും ഉത്തര കൊറിയ ശ്രമിക്കുന്നു. ഉത്തര കൊറിയയുടെ പ്രതിരോധ മേഖലയെ വർദ്ധിച്ച ചെലവുകൾക്ക് പിന്നിൽ രാഷ്ട്രീയവും സൈനികവുമായ തന്ത്രങ്ങൾ മാത്രമല്ല, ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഈ തന്ത്രങ്ങൾ ദാരിദ്ര്യം നേരിടുന്ന ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുന്നുണ്ടെങ്കിലും കിം ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാജ്യരക്ഷാ നയമാണ്. ഇതിലും കൂടുതൽ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.